മതസൗഹാർദ്ദത്തിന്റെ വേദിയൊരുക്കിയാണ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഇഫ്താർ സംഗമം ഒരുക്കിയത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ഈദാശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന ഡിവൈഎസ്പി VA നിഷാദ് മോൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള മുസ്ലിം സമുദായങ്ങളും ക്രൈസ്തവ സമുദായങ്ങളും നോമ്പിന്റെ പാതയിൽ ഒരു 11 മാസം നല്ല ആഹാരമൊക്കെ ഭക്ഷിച്ച് ഓരോരുത്തരും അവരുടേതായ വ്യക്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം കഠിന വ്രതമെടുത്താണ് എല്ലാവരും മനുഷ്യർ അത് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമാധാനം. ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നോമ്പുകളുടെ ലക്ഷ്യം. ആ 11 മാസം അവർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും നല്ല പ്രവൃത്തികളും ചീത്ത പ്രവൃത്തി ധാരാളം ഉണ്ടാവും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു മാസം നോമ്പെടുത്ത് അല്ലെങ്കിൽ ഒരു 50 ദിവസം നോമ്പ് ക്രൈസ്തവ സഹോദരങ്ങളെടുത്ത് ഒരു പുതിയൊരു മനുഷ്യനെ പുനർജനിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ നോമ്പോടും ലക്ഷ്യം. അല്ലാതെ രാപകലത്തിയോളം ഭക്ഷണം കഴിക്കാതെ മാത്രം ഇരുന്നുകൊണ്ട് മാത്രം ഒരു വ്യക്തിയെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുകയില്ല. മറിച്ച് അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം തന്നെ നോമ്പ് ആയിരിക്കണം, ഉപവാസമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ മനുഷ്യനായിട്ട് വീണ്ടും പുനർജനിക്കാൻ സാധിക്കുകയുള്ളൂ. സമകാലിക സംഭവങ്ങൾ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സമകാലിക സംഭവങ്ങൾ, പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പ്രശ്നങ്ങൾക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ലഹരി ആണ്. ബാല്യത്തിൽ തന്നെ അല്ലെങ്കിൽ കൗമാരത്തിൽ എത്തുമ്പോൾ തന്നെ കുട്ടികൾ കൊലപാതക കേസിൽ പ്രതികളായിട്ട് ജയിലിൽ പോകുന്ന ഒരു കാഴ്ച ഇന്നും ഒരു വാർത്തയുണ്ട്. 4 മാസം പ്രായമായ കുട്ടിയെ 12 വയസ്സുകാരെ കിണറ്റിലെറിഞ്ഞു പോകുന്ന ഒരു സംഭവം. അപ്പൊ എത്രമാത്രം നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിസ് യൂസഫ് മൗലവി അൽ കൗസരി, സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുംപറമ്പിൽ, സുരേഷ്, ശ്രീധരൻ തന്ത്രികൾ എന്നിവർ സന്ദേശം നൽകി. പ്രാതൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നോമ്പെടുത്തുന്നു, ദൈവം തരുന്ന ഭക്ഷണം കഴിച്ചത്. അതാണ് ഇഫ്താറിന്റെ ഒരു ക്രമീകരണമായി നമുക്ക് കാണുന്നത്. നമ്മളിതിലേക്ക് കടക്കുമ്പോഴത്തേക്കും 2 കാര്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. രണ്ട് നദീതല സംസ്കാരങ്ങളാണ് ലോകത്ത് നിലനിന്നിരുന്നത്. അത് ഇൻഡസ് വാലി സിവിലൈസേഷനും യൂഫ്രട്ടസ് ടൈഗ്രീസ് നദീതീരത്ത സിവിലൈസേഷനുമാണ്. അതായത് പേർഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് ഒത്തിരി മതങ്ങൾ പൊട്ടിപ്പറഞ്ഞത്. ഹിന്ദുമതം ഇവിടെ ഉണ്ടായെങ്കിലും മറ്റു മതങ്ങളുടെ എല്ലാ ഉത്ഭവസ്ഥാനം പേർഷ്യൻ രാജ്യങ്ങളാണ്. നമുക്കറിയാം, ക്രിസ്തു ജനിച്ചതും എല്ലാം ജെറുസലേമാണ്. നമുക്കറിയാം, അതൊക്കെ മെഡിറ്ററേനിയൻ സീയുടെ സൈഡുകളിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പം അത് അവിടെയാണ് വേദപുസ്തകം പറയുന്നത്. എനിക്ക് വേദപുസ്തകം കൂട്ടി ഞാനൊന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും ധരിക്കരുത്, ഇത് മുട്ടിക്കാനൊക്കെ പാടാം. ഇത് കാര്യം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയി സാധനം. അറബിയില് മനുഷ്യർക്ക് പറയുന്ന ഒരു പദമുണ്ട്. മനുഷ്യർക്ക് അറബിയിൽ ഇൻസാൻ എന്നാണ് അറബി വേർഡ്. ഇൻസാൻ എന്ന അറബി വേർഡിന്റെ അർത്ഥം തന്നെ മറക്കുന്നതെന്നാണ്. ശരിക്കും ഈ മനുഷ്യരുടെ വലിയൊരു അനുഗ്രഹമാണ് മറവി. മറവി ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കുന്നത്. മറവി മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ പരസ്പരം ഒന്ന് ഫേസ് ചെയ്യാനും വേണ്ടവണ്ണം സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഭിമുഖീകരിക്കാനും ഒക്കെ പലപ്പോഴും കഴിയാതെ വരുമായിരുന്നു മനുഷ്യൻ. മനുഷ്യന്റെ ജന്മന അതുകൊണ്ട് ദൈവം നിശ്ചയിച്ച വലിയൊരു ഗുണമാണ് മറവി. മനുഷ്യനെ മറക്കാനും പൊറുക്കാനും ഒക്കെ കഴിയുമ്പോഴാണ് മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാൻ കഴിയൂ. കുറ്റങ്ങളും കുറവുകളും അതുപോലെ തന്നെ പോരായ്മകളും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണെന്ന് ഓരോ മതവിശ്വാസത്തിന്റെയും അവരവർ വിശ്വസിക്കുന്ന ഈശ്വര വാക്കുകളിലൊക്കെ വളരെ വ്യക്തമായി വായിച്ചെടുക്കാം. ഇഫ്താർ സംഗമം ഒരുമയുടെയും ഐക്യത്തിന്റെയും അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങളുടെയും ഒരു സമയമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സമൂഹത്തെയും വ്യക്തികളെയും പരസ്പരം വിഘടിപ്പിക്കുന്ന ധാരാളം ചിത്രശക്തികളുടെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മനുഷ്യനെയും സംഘടനകളെയും കുടുംബങ്ങളെയും ഒക്കെ അകറ്റുന്നതിന്റെ
മുഖ്യ കാരണമെന്ന് പറയുന്നത് മതവും ജാതിയും വർണ്ണവും രാഷ്ട്രീയവും ഒക്കെയാണ് എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. വളരെ പ്രശസ്തമായിട്ടുള്ള വാക്കുകൾ. അവരന് വേണ്ടി അഹർനിശം പ്രയത്നം, മറ്റുള്ളവർക്ക് വേണ്ടി അഹർനിശം പ്രയത്നം ചെയ്യുന്നവനാണ് കൃപാൻ. പക്ഷേ കൃപാൻ എന്ന് പറയുന്നത് തന്നെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അധോമുഖനായി കിടന്നുകൊണ്ട് അവൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അപജയ കർമ്മങ്ങളായി മാറും. അപ്പൊ അതുകൊണ്ട് നാം ആകേണ്ടത് കൃപാലുക്കളാണ്, കൃപണനല്ല. അപ്പൊ കൃപാലുക്കളായി മാറുവാനുള്ള മഹത്തരമായൊരു ദർശനത്തിന്റെ പ്രതീകമാണ് ഇഫ്താർ വിരുന്ന് അല്ലെങ്കിൽ ഇഫ്താർ മയമ്പ് എന്നൊക്കെ പറയുന്നത്. അസോസിയേഷൻ സെക്രട്ടറി ജോഷി കുട്ടട, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, ട്രഷറർ KP ബഷീർ, കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് MD വിപിൻ ദാസ്, അഡ്വക്കേറ്റ് MK തോമസ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ഈദാശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops: കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.